ഇതെന്തിനാ ഈ സഞ്ചിയായിട്ട് വന്ന് ഇരിഞ്ഞോണ്ട ഞാൻ എന്റെ കയ്യിലല്ലയോ ഈ സഞ്ചി ഇരിക്കുന്നത്. നിനക്കെന്തോ ചെയ്തോണ്ട് മാറി നിക്കടാ അങ്ങോട്ട്. ഇങ്ങോട്ട് മാറടാ, അമ്മ ഇങ്ങോട്ട് വരട്ടെ. ഓ എന്റെ രായനാണോടാ. എടാ നീ പണ്ടത്തെ കാട്ടിലും അങ്ങ് വൃത്തികേടായി പോയല്ലോടാ മോനെ. ഈ കൂടലൊക്കെ എന്ത് കോലം കെടാനായി. എന്തുവാടാ നിന്റെ കയ്യിൽ ഒരു കവറ്? അമ്മ ഇത് അമ്മയ്ക്ക് കൊണ്ടുവന്നതാ. അവള് നുള്ളിയതാ. നിന്റെ കവിളത്തോ? അതാണോ അവള് നുള്ളിയ തേയിലാന്നത്. അല്ല ഇതൊക്കെ ഒരാളെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കടുപ്പം കിട്ടും. നല്ല സൂപ്പറായിട്ട് കട്ടൻ ചായ കുടിക്കും. അയ്യോ അത് പച്ചക്കറിയില്ലല്ലോ. എന്താടാ ഇതിന്റെ കൂടെ ഇച്ചിരി ചൂടുവെള്ളം കൂടെ കുടിച്ച് അകത്ത് കിടന്ന് അങ്ങ് തിളക്കത്തില്ലേ? എന്നാ നീ കുറച്ച് പഞ്ചാര കൂടെ എടുത്തോണ്ട് വേണം. എന്തിന് അവർക്ക് കട്ടൻ ചായ ഇട്ട് കൊടുത്തൂടെ വയറ്റിനകത്ത് കിടന്നു. ഇടുക്കിയിൽ എന്നാ ഉണ്ടാ വിശേഷം? അയ്യോ വിശേഷത്തിന്റെ കാര്യമൊന്നും പറയണ്ട എന്റെ പൊന്നമ്മച്ചി. സാമ്പത്തികമായിട്ട് വളരെ പരുങ്ങല. പിന്നെ അത് മാത്രമാണോ ഇളയ മോക്കടെ കല്യാണം വരാൻ പോകുന്നു. എന്റെ കയ്യിലാണെങ്കിൽ ഒരു 10 പൈസ ഇല്ല. ആരെങ്കിലും സഹായിക്കാനുണ്ടോ? എന്തിനു പറയുന്നു? ഒരിച്ചിരി സ്വർണം മേടിക്കാൻ ഒരു മുട്ടുപിന്നു പോലും എന്റെ കയ്യിലില്ല. എല്ലാത്തിനും ദൈവം ഒരു പരിഹാരം നമുക്ക് കാണിച്ചു തരും. നാട്ടുകാർ പറയുന്നത് എന്റെ കയ്യിൽ ഏതോ കനകക്കട്ടി ഉണ്ടെന്നാ പറയുന്നത്. 2:30 മണിക്കാണ് ബസ് പോണ്ടേ. എന്റെ രായ ഞാൻ പറയട്ടെ, എന്തായാലും നീ ഇടുക്കിന്ന് ഇവിടെ വരെ വന്നു. ഇന്ന് ഈ കുടുംബക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് കഴിയുമ്പം നിനക്കൊരാശ്വാസം കിട്ടും. ഒരു കാര്യം ചെയ്യാം, ഞാനും വരുന്നുണ്ട് നിന്റെ കൂടെ. എന്ന് ഞാൻ കുടുംബക്ഷേത്രത്തിൽ പോകുന്നുണ്ടോ അണിഞ്ഞൊരുങ്ങി പോണോന്നാ. എന്തുവാ അണിഞ്ഞൊരുങ്ങി പോണോന്നാ എന്റെ കെട്ടിയോൻ എന്നോട് പറഞ്ഞേക്കും. അവനെന്റെ സങ്കടം കണ്ടോട്ട് അവൻ കിടന്നു. എന്തുവാടാ അമ്മ? എത്ര പ്രാവശ്യം അമ്മ കൂട്ടിക്കൊണ്ട് പോയാൽ ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിയാമോ? ഈ നാറി എന്നെ ഇവിടെ കേട്ടിട്ടില്ല. ഞാനോ? അമ്മ അമ്മേനെ ആടെ എന്റെ മക്കളും ഭാര്യയും അവിടെ കിടന്ന് വിളിയോട് വിളി. ഇവൻ വിടത്തില്ല. 20 വർഷം കൊണ്ട് ഞാൻ ഇവിടെ കയറി ഇറങ്ങുന്നു. ഇതൊന്നുമല്ല, അമ്മുമ്മയുടെ ഓർഗൻസ് കണ്ടിട്ടാണ് ഈ പുള്ളി ഇങ്ങനെ കിടന്ന് ചാടുന്നത്. ഈ സ്വർണം എടാ അത് ഓർണമെന്റ്സ്. അതുകൊണ്ട് അറിയാതെ മണ്ണുകൊണ്ടിട്ട് വന്നിരിക്കുക. അമ്മേനെ ഞാൻ കൊണ്ടുപോകും. ഞാൻ പൊന്നുപോലെ നോക്കും അമ്മ. പെട്ടെന്ന് എന്തുവാടാ ഇവനൊരു സ്നേഹം എന്റെ അടുത്ത്? അതൊന്നും അല്ല. ഇവൻ വർഷങ്ങളുണ്ട് എന്നെ ഇവിടെ കയറ്റാതെ. ഞാൻ ഇവിടെ പണിയെ വന്ന് നിന്നിട്ട് ഇവ എന്നെ കയറ്റി. നിങ്ങളുടെ മോൾക്കും ഭാര്യയ്ക്കും അമ്മനെ കാണരുതല്ലോ. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. എന്റെ പൊന്നു മോനെ ആ കുഞ്ഞുങ്ങളും വല്യമ്മച്ചിന്ന് വിളിച്ചു കഴിഞ്ഞാൽ നാക്കടുത്ത് വായിലോട്ട് ഇടത്തില്ല. അതിനാ താൻ കയറി പിടിക്കുവോ? പോവാതെ അപ്പൊ താൻ കൊണ്ടുപോകല്ലേ? ഞാൻ കൊണ്ടുപോകും. ഇത് ഒറിജിനൽ സ്വർണം തന്നെയാണോ? 916. എന്നാ തന്നെ തല്ലി കൊന്നിട്ടാണേലും ഞാൻ മുത്തശ്ശി ഇവിടെ നിർത്തുകയോ? ഇതിന്റെ അവകാശം ഞാനാ. ഈ പ്രോപ്പർട്ടിയുടെ അവകാശം ഞാനാ അവരുടെ പോയി. ഫസ്റ്റ് ഹാഫ് ഞാൻ കളിച്ചു കയറ്റി, സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ ഞാൻ. അപ്പൊ ക്ലൈമാക്സ് ബാക്കി നിനക്കൊണ്ടാക്കാൻ തരത്തില്ല ഞാൻ. അങ്ങനെ വേണ്ട.